ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കത്തിൽ ജയിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. കണ്ണൂർ ജയിലിലെ 3 ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തത്. സബ്മിഷനായി പ്രതിപക്ഷം വിഷയം ഉന്നയിക്കാനിരിക്കെ മിനിറ്റുകൾക്ക് മുൻപായിരുന്നു നിർണായക നീക്കം. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ഇളവ് നൽകാൻ 2022 ഗൂഢാലോചന ആരംഭിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. 7-ാം പ്രതി ട്രൗസർ മനോജിന് കൂടി ഇളവ് നൽകാൻ നീക്കം നടക്കുന്നുണ്ടെന്നും വി.ഡി. സതീശൻ ആരോപിച്ചു. 25/11/2022 സർക്കാർ ഒരു പുതിയ ഉത്തരവിറക്കി. സർ, ആ ഉത്തരവിൽ 2018 ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തിയ പ്രതികളെ ശിക്ഷാ ഇളവിൽ നിന്ന് ഒഴിവാക്കണം എന്നതങ്ങ് എടുപ്പാക്കി. ഈ പ്രതികൾക്ക് ഇളവ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന ആരംഭിക്കുകയാണ് 2022. ആരെ രക്ഷിക്കാനാണ്? അപ്പൊ ആദ്യം രാഷ്ട്രീയ കൊലപാതകങ്ങളിലെ പ്രതികൾക്ക് ഉണ്ടായിരുന്ന മാനദണ്ഡം എടുത്തുമാറ്റി. രണ്ടാമത് അവരുടെ 1/3 എന്നുള്ള സംഭവം എടുത്തുമാറ്റി. സർ, എന്നിട്ടാണ് ഈ ഇത് കൊടുക്കുന്നത് എന്നപ്പോൾ പറഞ്ഞത് ഇതൊരു അഭ്യൂഹമാണ്. സാർ, ഈ ജയിൽ സൂപ്രണ്ട്, സർക്കാരല്ല പറഞ്ഞത്, ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ച കത്ത് എങ്ങനെ അഭ്യൂഹമാണ്? നിയമവിരുദ്ധമായ ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കില്ലെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി എം.പി. രാജേഷ് നിയമസഭയെ അറിയിച്ചു. നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പരിഗണനയും ഒരാൾക്കും കൊടുക്കില്ല, നിയമവിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുകയില്ല എന്ന കാര്യം അസന്നിഗ്ധമായി വ്യക്തമാക്കിയതാണ്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, ഇതിപ്പോൾ സബ്മിഷന് തൊട്ട് മുൻപാണ് ഇത്തരത്തിലൊരു സസ്പെൻഷൻ എന്നൊരു വിവരം സർക്കാർ പുറത്തുവിടുന്നത്, അങ്ങനെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. സർക്കാരിന്റെ വിശദീകരണം എന്താണെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി എം.പി. രാജേഷ് ആണല്ലോ വലിയൊരു വിശദീകരണക്കുറിപ്പ് വായിച്ചത്. അനുജ, നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് നിയമസഭയിൽ ഇതേ വിഷയം ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ ആ നീക്കം അത് അടിയന്തര പ്രമേയമായി ഉന്നയിക്കാൻ പ്രതിപക്ഷം സഭയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ സ്പീക്കർ അക്കാര്യത്തിൽ മറുപടി നൽകി അടിയന്തര പ്രമേയ അവതരണത്തിന് അനുമതി നിഷേധിക്കുകയായിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ വലിയ വിവാദമായതിന് പിന്നാലെ ഇന്ന് വീണ്ടും സബ്മിഷനായി വിഷയം ഉയർത്താനായിരുന്നു പ്രതിപക്ഷത്തിന്റെ നീക്കം. ആ സബ്മിഷനിലേക്ക് നിയമസഭ കടക്കുന്നതിന് തൊട്ട് മുൻപ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശിക്ഷാ ഇളവിനുള്ള ശുപാർശയിൽ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ തടവുകാരെ ഉൾപ്പെടുത്തി പോലീസ് റിപ്പോർട്ട് തേടിയ കണ്ണൂർ ജയിൽ ഉദ്യോഗസ്ഥരെയാണ് മുഖ്യമന്ത്രി സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ.എസ്. ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് ബി.ജി. അരുൺ, അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ ഒ.വി. രഘുനാഥ് എന്നിവരെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ സബ്മിഷന് തൊട്ട് മുൻപ് പുറത്തുവന്ന വാർത്താക്കുറിപ്പ് എന്ന് പറയുന്നത്. സ്വാഭാവികമായും നിയമസഭയിൽ വീണ്ടും പ്രതിരോധത്തിലാകാനുള്ള നീക്കം അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ എടുത്തൊരു കൈകഴുകൽ നടപടി, അതല്ലെങ്കിൽ ജയിൽ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കിക്കൊണ്ടുള്ള കൈകഴുകൽ നടപടി എന്നുള്ള രീതിയിലാണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ വിലയിരുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ അടിയന്തര പ്രമേയാവതരണത്തിന് അനുമതി നിഷേധിച്ചതോടുകൂടി പ്രതിപക്ഷം ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ അത് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ സിപിഎമ്മിനും സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഭയമാണ്. ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുമെന്നുള്ള ഭയത്തിലാണ് ഇവർക്ക് ശിക്ഷാ ഇളവും മറ്റ് സൗകര്യങ്ങളും സിപിഎമ്മും സംസ്ഥാന സർക്കാരും ചേർന്ന് ചെയ്തു നൽകുന്നതിനടക്കമുള്ള വളരെ ഗുരുതര പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഗുരുതര സ്വഭാവത്തിലുള്ള ആരോപണം അത് പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്നും സമാനമായ രീതിയിലുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു പ്രതിക്ക് കൂടി ശിക്ഷാ ഇളവ് നൽകാനുള്ള ഒരു നീക്കത്തിലേക്ക് സർക്കാർ കടന്നു. അതുമായി ബന്ധപ്പെട്ട് കെ രമയെ കഴിഞ്ഞ ദിവസം വിവരശേഖരണത്തിന് വിളിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് നിയമസഭയിൽ വലിയ ബഹളങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഈ മാസം 22-ന് വിശദീകരണം തേടിയ കാര്യമടക്കമുള്ള കാര്യങ്ങൾ അത് ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇന്ന് സബ്മിഷൻ വേളയിൽ പ്രതിപക്ഷം വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു.